വദന്തി ദ ഫേബിൾ ഓഫ് ഫെലോണിയുടെ 4ാമത്തെ എപ്പിസോഡിലേക്ക് പോകാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു കാടാണ് കാണിക്കുന്നത്. അത് ഒറ്റപ്പാറയാണ്. അവിടെ ഒരു പെൺകുട്ടി ഓടുന്നു. അത് നമ്മുടെ ഫെലോണിയാണ്. അവൾ ആരെയോ പേടിച്ച് ഓടുകയാണ്. അവൾ ഓടി ഓടി ആ പഴയ കെട്ടിടത്തിൽ കയറുന്നു. അവളെ അന്വേഷിച്ച് സന്തോഷം കൂട്ടരും അവളുടെ പുറകെ ഉണ്ട്. അവൾ ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്ന് അവരെ നോക്കുന്നു. പക്ഷേ അവർ ഇവളെ കാണാതെ വേറെ അങ്ങോട്ടേക്ക് പോകുന്നു. പെട്ടെന്ന് പുറകിൽ നിന്ന് ആരോ അവളെ മുഖം പൊത്തിപ്പിടിക്കുന്നു. പിന്നീട് കാണുന്നത് അവളെ അവിടെ കൊന്നിട്ടിരിക്കുന്നതാണ്. അടുത്ത സീനിൽ ആ അമ്മ ആ മക്കളെ വഴക്ക് പറയുകയാണ്. എല്ലാവരും പെടും, ഇതെന്താ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അമ്മ ചോദിക്കുന്നു. പക്ഷേ നമ്മൾ പിടിക്കപ്പെടില്ലെന്ന് സന്തോഷ് പറയുന്നുണ്ട്. ആ പെണ്ണിന്റെ ബോഡി മാറ്റാൻ അവർ പ്ലാൻ ഇടുകയാണ്. പക്ഷേ അവരുടെ അമ്മ അത് ഇവിടെ എവിടെയും കുഴിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് കമ്മീഷണർ ഓഫീസിൽ ഒരു പ്രസ് മീറ്റ് നടക്കുന്നതാണ്. നമ്മുടെ വെലോണയുടെ കേസിനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. മീഡിയക്കാരെല്ലാം അവിടെയുണ്ട്. പോലീസ് ഈ കേസ് ക്ലോസ് ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ വിഘ്നേഷ് സ്വയം ആത്മഹത്യ ചെയ്തത് നമ്മൾ കണ്ടിരുന്നല്ലോ. പോലീസ് വെലോണിയുടെ കൊല നടത്തിയത് വിഘ്നേഷ് ആണെന്നാണ് പറയുന്നത്. വെലോണിക്ക് വേറൊരാളുമായി ബന്ധമുണ്ടായിരുന്നെന്നും ഇതിൽ ദേഷ്യം പൂണ്ട വിഘ്നേഷ് അവളെ കൊലപ്പെടുത്തി പിന്നീട് സ്വയം ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞ് അവരെ കേസ് ക്ലോസ് ചെയ്യുന്നു. ഇത് മീഡിയകളിലെല്ലാം വന്നു. നാട്ടിലെല്ലാം ഇങ്ങനെ ഒരു കഥയാണ് പരത്തിരിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആ പിള്ളേരും കാണുന്നുണ്ട്. അവരപ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ പയ്യൻ പറഞ്ഞത് കറക്റ്റ് ആണല്ലോ എന്ന് പറയുന്നു. അന്ന് അവൻ വെലോണിയുടെ ഏതെങ്കിലും അടുത്ത ആള് തന്നെയായിരിക്കും അവളെ കൊന്നിരിക്കുക എന്ന് പറഞ്ഞിരുന്നല്ലോ. അതിനെക്കുറിച്ചെല്ലാമാണ് അവരവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങോട്ടേക്ക് ആ പയ്യൻ വരുന്നു. ആ പയ്യന്മാർ വെലോണിയെ കുറിച്ച് മോശം സംസാരിക്കുന്നു. അതിലുണ്ടായിരുന്ന പെൺകുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അവർ അവരോട് പിണങ്ങി പോകുന്നു. എന്തായാലും വെലോണിയുടെ കൊലപാതകി വിഘ്നേഷ് ആണെന്ന തരത്തിൽ തന്നെയാണ് കേസ് ക്ലോസ് ആയിരിക്കുന്നത്. പക്ഷേ ഈ സമയം SP വിവേകിനോട് ചൂടാവുകയാണ്. കാരണം അവരുടെ എഫിഷ്യൻസി ഇല്ലായ്മ കൊണ്ടാണ് വിഘ്നേഷിനെ പിടിക്കാൻ കഴിയാതിരുന്നതെന്നും അവൻ നമ്മുടെ മൂക്കിന് താഴെ ഉണ്ടായിരുന്നല്ലോ എന്നും അവനിപ്പോ മരിച്ചത് കൊണ്ടാണല്ലോ ഇത് അറിയാൻ കഴിഞ്ഞത്. അവനെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ലായിരുന്നല്ലോ എന്നൊക്കെ പത്രങ്ങളിൽ വാർത്ത വന്നിരിക്കുന്നു. പോലീസിനെ നല്ലപോലെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് പത്രങ്ങളിൽ വാർത്ത വന്നിരിക്കുന്നത്. അതും പറഞ്ഞ് SP അവനോട് ചൂടാവുന്നു. എന്തായാലും ജഡ്ജിക്ക് ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ച് വിവേകിനോട് കുറച്ച് നാൾ ലീവ് എടുക്കാൻ SP പറയുന്നു. പക്ഷെ വിവേക് ആകെ അസ്വസ്ഥനാണ്. അവന് കേസ് ഇങ്ങനെ ക്ലോസ് ചെയ്തതിൽ ഒട്ടും സംതൃപ്തി വന്നിട്ടില്ല. അവൻ ക്വാർട്ടേഴ്സിലെത്തി. അവന്റെ മനസ്സാകെ അസ്വസ്ഥമാണ്. അവനൊരു കുപ്പിയെടുത്ത് കുടിക്കാൻ ആരംഭിച്ചു. ആ സമയം ശബ്ദം കേട്ട് ഭാര്യ അങ്ങോട്ടേക്ക് വരുന്നു. അവൻ വളരെ വൈകിയാണ് വീട്ടിലെത്തിയിട്ടുള്ളത്. ഭക്ഷണം കഴിച്ച് അവനോട് കിടക്കാൻ അവൾ പറയുന്നു. പക്ഷേ അവൻ എന്തോ ആലോചിച്ച് അവിടെ തന്നെ ഇരിക്കുന്നു. എന്തായാലും വിവേക് ആ കേസിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി SPക്ക് സമർപ്പിക്കുന്നു. അവന്റെ മുഖം കണ്ടിട്ട് SP അവനോട് നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട്. അവന്റെ മുഖം ആകെ വാടിയിരിക്കുകയാണ്. അവൻ ആ കേസ് റിപ്പോർട്ടിൽ തന്നെ സംതൃപ്തനല്ല. എന്തായാലും നീ ഒരു 3 ദിവസത്തേക്ക് ലീവ് എടുക്കാൻ SP പറയുന്നു. അതിനുശേഷം വേറൊരു കേസുണ്ട്, നമുക്കത് അന്വേഷിക്കാമെന്നും അവനോട് SP പറയുന്നു. അവന്റെ മുഖത്തെ മ്ലാനത അലക്സും ശ്രദ്ധിക്കുന്നുണ്ട്. അവർ പോലീസ് ക്യാൻറ്റീനിൽ ഇരുന്ന് ഒരു ചായ കുടിക്കുകയായിരുന്നു. അലക്സ് വിവേകിനോട് എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അലക്സ് പക്ഷേ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ് വിവേകിന്റെ അടുത്ത് വന്നിരിക്കുന്നത്. അവനിപ്പോ വലിയ ജോലിയൊന്നുമില്ല. അവന്റെ അമ്മയ്ക്ക് അതുകൊണ്ട് തന്നെ വല്ലാത്ത ടെൻഷനാണ്. അവൻ റബ്ബർ വെട്ടാൻ പോകും. കൂടാതെ വിവേകിന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുമുണ്ട്. അതൊന്നും പക്ഷെ അവന്റെ ഭാവിക്ക് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവന്റെ കൂട്ടുകാരന്റെ അച്ഛൻ ഒരു സർവേ ഇൻസ്പെക്ടറാണ്. അദ്ദേഹത്തിന്റെ കൂടെ അസിസ്റ്റന്റായി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അവൻ പറയുന്നു. ഒരു 5 വർഷത്തിനകം അവന് സർവേയർ ആകാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നും അവൻ പറയുന്നു. എന്താണ് വിവേകിന്റെ അഭിപ്രായം എന്ന് അവൻ ചോദിക്കുന്നു. പക്ഷേ അത് കന്യാകുമാരിയിലല്ല, തിരുനെൽവേലിയിലാണ് ആ ജോബ് ഓഫർ ഉള്ളത്. അത് കേട്ടപ്പോൾ വിവേകിന് നിരാശയാകുന്നു. കാരണം അവൻ കന്യാകുമാരിയിൽ തന്നെയായിരുന്നെങ്കിൽ അവനെ എപ്പോ വേണമെങ്കിലും പോയി കണ്ട് സഹായങ്ങളൊക്കെ കിട്ടുമായിരുന്നു. എന്തായാലും ഇതിന്റെ ഭാവിയുടെ കാര്യമല്ലേ, നീ പോകാൻ വിവേക് പറയുന്നു. അവർ പോകാനായി ഇറങ്ങും. വിവേകിന്റെ മുഖത്ത് വല്ലാത്ത വിഷമമുണ്ട്. ഞാൻ പോകുന്നതുകൊണ്ടാണോ വിവേക് വല്ലാതിരിക്കുന്നതെന്ന് അലക്സ് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കൊണ്ടല്ലെന്ന് വിവേക് പറയുന്നുണ്ടെങ്കിലും അവൻ ആ കേസിന്റെ കാര്യവും ഇപ്പോൾ അലക്സ് പോകുന്നതും വല്ലാത്ത വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അലക്സിനെ കുറിച്ച് കാശെടുത്ത് വിവേക് കൊടുക്കുന്നു. അവൻ വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവനെ നിർബന്ധിച്ച് വിവേക് അത് ഏൽപ്പിക്കുന്നു. എന്തായാലും ആ കേസിന്റെ റിപ്പോർട്ട് ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിൽ എത്തുന്നു. അദ്ദേഹം അത് നോക്കിയിരിക്കുന്നു. ഒരാൾ വന്ന് അദ്ദേഹത്തെ വല്ലാതെ അഭിനന്ദിക്കുന്നുണ്ട്. താങ്കൾ സ്വമേധയാ കേസെടുത്തുകൊണ്ടാണ് ആ കുട്ടിക്ക് നീതി ലഭിച്ചതെന്ന് അയാൾ പറയുന്നു. എന്തായാലും ഇത് നല്ല വാർത്തയായിട്ടുണ്ടെന്ന് അയാൾ പറയുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ പ്രശംസയിലൊന്നും വലിയ ഇൻട്രസ്റ്റ് വരുന്നില്ല. അവിടെ ഇരിക്കുന്ന വേറൊരാളും അദ്ദേഹത്തെ പ്രശംസിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നു കേസ് ഇപ്പോൾ തീർന്നു, പക്ഷേ അതിൽ നീതി ലഭിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അദ്ദേഹത്തിന് ഈ കേസിന്റെ റിസൾട്ടിൽ എന്തോ തൃപ്തിയില്ലാതെയുണ്ട്. എന്നാൽ പിന്നെ താങ്കൾക്ക് ഈ കേസ് റീഓപ്പൺ ചെയ്തൂടെ എന്ന് ആ കൂടെ ഇരിക്കുന്നയാൾ ചോദിക്കുന്നു. റീഓപ്പൺ ചെയ്താലും അത് വേണ്ട വിധത്തിൽ നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. കാരണം ഈ കേസ് ക്ലോസ് ആയി എന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നത് IG ആണ്. അതുകൊണ്ട് തന്നെ ഇത് റീഓപ്പൺ ചെയ്താലും വീണ്ടും അതേപോലെ തന്നെയാണ് കേസ് പോവുക. ജഡ്ജിക്ക് അതിനുമേൽ അധികാരമുണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ചില കേസിലൊക്കെ പോലീസ് തരുന്നത് വിഴുങ്ങി വെറുതെ ഇരിക്കാനേ തങ്ങൾക്ക് പറ്റുള്ളൂ എന്നും അദ്ദേഹം പരാതി പറയുന്നു. ഇവിടുത്തെ സിസ്റ്റം ശരിയല്ലെന്ന് അദ്ദേഹം പറയുന്നു. അടുത്ത സീനിൽ വിവേകിനെ കാണിക്കുന്നു. അവൻ റൂമൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. എന്തായാലും അവൻ 2-3 ദിവസത്തെ ലീവ് എടുത്തിരിക്കുകയാണ്. അവൻ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അവൻ റൂമെല്ലാം ക്ലീൻ ചെയ്തുവെന്ന് ആനന്ദിയോട് പറയുന്നു. ഈ സമയം ആനന്ദി അവനോട് താൻ വെലോണിയുടെ കേസിനെ കുറിച്ച് ടിവിയിൽ കണ്ടെന്നും അവളുടെ ഫിയാൻസി ആണല്ലേ അവളെ കൊന്നതെന്നും അവനോട് ചോദിക്കുന്നു. അവൻ പെട്ടെന്ന് വെലോണിയുടെ കേസിന്റെ ഓർമ്മകളിലേക്ക് പോകുന്നു. അവൾ അവനോട് വീണ്ടും പറയുന്നു എന്ത് സുന്ദരി അവൾ, അവളുടെ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല അല്ലേ എന്ന് അവനോട് ചോദിക്കുന്നു. അവൻ എന്തോ ആലോചിച്ചുകൊണ്ട് അദ്ദേഹം തലയാട്ടുന്നു.
പെട്ടെന്ന് ആനന്ദിയുടെ മുഖം മാറുന്നു. പെട്ടെന്നാണ് തനിക്ക് പറ്റിയ അബദ്ധം അവന് മനസ്സിലായത്. അവൻ ആനന്ദിയെ ഞെട്ടലോടെ നോക്കുന്നു. വെലോണിയുടെ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ലെന്നാണ് അവൻ സമ്മതിച്ചിരിക്കുന്നത്. ഇത് വലിയ പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്. ഈ സമയം അവനൊരു കോൾ വരുന്നു. അത് ആ ഡോക്ടറാണ്. അദ്ദേഹം തന്നെയാണ് വിഘ്നേഷിനെയും പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുന്നത്. നമ്മൾ വിചാരിച്ച പോലെയല്ല കേസ് പോയതല്ലേ എന്ന് അയാൾ വിവേകിനോട് ചോദിക്കുന്നു. എന്തായാലും താൻ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ അയാൾ വിവേകുമായി പങ്കുവെക്കുന്നു. വിഘ്നേഷ് നല്ലപോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മില്ലി കൂടി അവൻ കുടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ആൽക്കഹോൾ കൊണ്ട് തന്നെ അവൻ മരിച്ചിരുന്നേനെ. അദ്ദേഹം അവനോട് അവൻ ഇത്രയ്ക്കും മദ്യപിച്ചില്ലായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുന്നു. അത്രയും മദ്യപിച്ചുകൊണ്ട് മാത്രമല്ലേ അവൻ അതിന്റെ ഇതിൽ ആത്മഹത്യ ചെയ്തത്? അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായില്ലേ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. അതെന്താ അങ്ങനെയെന്ന് വിവേക് ചോദിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായില്ലേ? അവൻ ജീവിച്ചിരുന്നെങ്കിൽ അവനാണിത് ചെയ്തതെന്ന് നിങ്ങൾക്ക് തെളിയിക്കേണ്ടി വന്നേ. അതിന് കുറെ അന്വേഷണം നടത്തേണ്ടി വന്നേനെ. ഇതിപ്പോൾ അവൻ മരിച്ചതുകൊണ്ട് അവനാണ് അവളെ കൊന്നതെന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചു. എന്നിട്ട് ആ കേസ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴും അവനാണിത് ചെയ്തതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ശരിക്കും വിവേകിന് ദേഷ്യം വരുന്നുണ്ട്. താങ്കൾ എന്താണ് ഈ പറയുന്നത് എന്ന് അവൻ ചോദിക്കുന്നു. നീ ദേഷ്യപ്പെടാതെ എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. അവന്റെ തള്ളവിരലിൽ നീലമഷിയുടെ പാടുണ്ടായിരുന്നു. ഇത് കേട്ടതും വിവേക് ഞെട്ടുന്നു. ഇത് ആത്മഹത്യ തന്നെ ആയിരിക്കുമോ എന്ന് ഡോക്ടർ അവനോട് ചോദിക്കുന്നു. അവൻ ആ ഞെട്ടലോടെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ഒരു TV ഷോ കാണിക്കുന്നു. അതിൽ ആ SP ആണ് അതിഥിയായി എത്തിയിട്ടുള്ളത്. അതിലെ ആ ആങ്കർ വെലോണിയുടെ ഈ കേസിനെ കുറിച്ച് സംസാരിക്കുന്നു. ഒരുപാട് ആളുകളൊക്കെ നിരീക്ഷിച്ച കേസാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു. വിഘ്നേഷിനെ പ്രതിയാക്കി നിങ്ങൾ ആ കേസ് പെട്ടെന്ന് ക്ലോസ് ചെയ്യുകയായിരുന്നെന്ന് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടല്ലോ എന്ന് ആ ആങ്കർ ചോദിക്കുന്നു. അതുപോലെ വെലോണിക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതിൽ വിഘ്നേഷിന് ദേഷ്യം ഉണ്ടായിരുന്നു എന്നും ഒക്കെയാണ് നിങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതെല്ലാം മരിച്ചുപോയ പെൺകുട്ടിയെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് തുല്യമല്ലേ എന്നും ആ ആങ്കർ ചോദിക്കുന്നു. പക്ഷെ തങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവുകൾ ആ പെൺകുട്ടി ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകൾ തങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്നു എന്നും SP പറയുന്നു. ഈ ഷോ വിവേക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവനിത് കേട്ടതും അല്ലാത്ത ദേഷ്യം വരുന്നു. അവൻ ആ TV ഓഫ് ചെയ്യുന്നു. അടുത്ത സീനിൽ വിവേക് അലക്സിനെ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. അവൻ തിരുനെൽവേലിയിലേക്ക് പോയിട്ടില്ല. അവനുമായി വിവേക് ഒരു സ്ഥലത്തെത്തുന്നു. അവിടെ വെച്ച് വിവേക് അലക്സിന് ഒരു കാര്യം കാണിക്കുന്നു. അവന്റെ കയ്യിൽ വിഘ്നേഷിന്റെ സൂയിസൈഡ് നോട്ട് ഉണ്ടായിരുന്നു. അതവൻ ഫോണിൽ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അത് അലക്സിനെ അവൻ കാണിക്കുന്നു. അതിൽ വിഘ്നേഷ് ആണോ ഇത് ചെയ്തതെന്നും ലോണി എങ്ങനെയുള്ള ആളായിരുന്നു എന്നും ഒക്കെ അതിൽ വ്യക്തമായി വിഘ്നേഷ് എഴുതിയിട്ടുണ്ടായിരുന്നു. അലക്സ് ആ നോട്ട് വായിക്കുന്നു. അപ്പോഴാണ് അത് എഴുതുന്നത് കാണിക്കുന്നത്. അവന്റെ കയ്യിലുള്ള പേന വെച്ച് അവന്റെ ഇടതു കൈയിലെ തള്ളവിരലിൽ മഷി പുരട്ടുന്നു. എന്നിട്ട് അത് ആ പേപ്പറിൽ പതിപ്പിക്കുന്നു. അതിലാണ് അവൻ ഈ സൂയിസൈഡ് നോട്ട് എഴുതിയിട്ടുള്ളത്. അവൻ ഒരുപാട് വിഷമത്തോടെ വെലോണിയോട് സംസാരിക്കുന്നത് പോലെയാണ് ആ സൂയിസൈഡ് നോട്ട് എഴുതിയിട്ടുള്ളത്. ഈ സമയം അന്ന് വിഘ്നേഷിന്റെ ബോഡി കിടന്നിടത്ത് നിന്ന് അത് വണ്ടിയിൽ കയറ്റി നീക്കം ചെയ്യുന്നത് കാണിക്കുന്നു. ആ സമയത്ത് വിവേക് അവിടെയുണ്ട്. അവന് വിഘ്നേഷിന്റെ ബോഡിയിൽ നിന്നും ഈ ലെറ്റർ കിട്ടുന്നു. ആ ലെറ്ററിൽ അവൻ വെലോണിയോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എങ്ങനെ വരില്ലായിരുന്നു എന്ന് അവൻ അതിൽ എഴുതിയിരിക്കുന്നു. നിനക്ക് പക്ഷേ എന്നെ ഇഷ്ടമായിരുന്നില്ല. നീ എന്നോട് ഒന്ന് സംസാരിക്കുക കൂടി ഉണ്ടായിരുന്നില്ല. അതെന്തായിരുന്നു എന്ന് അവൻ അവളോട് അതിൽ ചോദിക്കുന്നുണ്ട്. നിന്റെ മരണത്തിന് കാരണം ഞാനാണെന്ന് ഓർത്ത് എനിക്കൊരു സമാധാനവുമില്ല. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഒരിക്കലും ഇങ്ങനെ വരില്ലായിരുന്നു എന്ന് വിഘ്നേഷ് അതിൽ എഴുതിയിരിക്കുന്നു. പോലീസിനോട് അവൻ ഒരു കാര്യം ഇതിൽ ആവശ്യപ്പെടുന്നു. എന്റെ മരണം നിങ്ങൾ അന്വേഷിക്കേണ്ടതില്ല. പക്ഷേ വെലോണി ആരാണ് കൊന്നത് അത് നിങ്ങൾ കണ്ടുപിടിക്കണമെന്ന് അവൻ അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടായിരുന്നു. വെലോണി വളരെ നല്ല പെൺകുട്ടിയായിരുന്നുവെന്ന് അവൻ അതിൽ എഴുതിയിരിക്കുന്നു. എന്റെ മരണം എന്റെ ചേട്ടനെ മാത്രം നിങ്ങളൊന്ന് അറിയിക്കണം. ഇതും കൂടി അവൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ലെറ്റർ വിവേക് SP കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ SP ആ ലെറ്റർ അവിടെ വെച്ച് കത്തിച്ചു കളയുകയായിരുന്നു. അയാൾക്ക് ഈ കേസ് എങ്ങനെയും തീർത്താൽ മതി. ഇതിപ്പോൾ വിഘ്നേഷ് മരിച്ചതുകൊണ്ട് തന്നെ അവന്റെ തലയിൽ ഈ കുറ്റം വെച്ച് അവർക്ക് ആ കേസ് ക്ലോസ് ചെയ്യാൻ എളുപ്പമായല്ലോ. ഇതെല്ലാം വിവേകിനറിയാം. പക്ഷേ ആ ലെറ്റർ SP കത്തിച്ചെങ്കിലും അവനത് ഫോണിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ അവൻ അലക്സിനെ കാണിച്ചത്. ശരിക്കും വിഘ്നേഷ് അവളെ തനിക്ക് രക്ഷിക്കാൻ പറ്റാത്തതിലുള്ള കുറ്റബോധത്തിലാണ് ആത്മഹത്യ ചെയ്തത്. അന്ന് അവൻ അവളുടെ കൂടെ പോയിരുന്നെങ്കിലോ അവളെ വിളിക്കാൻ പോയിരുന്നെങ്കിലോ അവൾ മരിക്കില്ലായിരുന്നുവെന്ന് അവന് നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു. കൊണ്ട് മാത്രമാണ് അവൻ ആത്മഹത്യ ചെയ്തത്. ഇത് വായിച്ച അലക്സ് വിവേകിനോട് ചോദിക്കുന്നു. എനിക്ക് അപ്പോഴേ തോന്നി ഒരു കേസ് കഴിഞ്ഞാൽ സാധാരണ ചേട്ടൻ സന്തോഷത്തിലായിരിക്കും. ഈ കേസ് ക്ലോസ് ചെയ്തിട്ടും ഒരു സന്തോഷവും ഞാൻ ചേട്ടൻ കണ്ടില്ല. അപ്പോഴേ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നുവെന്ന് അലക്സ് പറയുന്നു. വീണ്ടും ഈ കേസ് റീഓപ്പൺ ചെയ്യുന്നുണ്ടോ എന്ന് അലക്സ് വിവേകിനോട് ചോദിക്കുന്നു. പക്ഷേ SP സമ്മതിക്കുമോ എന്ന് അറിയില്ലെന്ന് വിവേക് പറയുന്നു. അടുത്ത സീനിൽ SP ഓഫീസിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന വിവേകിനെയാണ് കാണിക്കുന്നത്. ആ മീറ്റിംഗ് കഴിഞ്ഞ് SP വിവേകിനെ വിളിക്കുന്നു. വേറൊരു കേസിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടാണ് SP വിവേകിനെ വിളിക്കുന്നത്. പക്ഷെ വിവേക് വെലോണിയുടെ ആ കേസിനെ കുറിച്ച് SPയോട് സംസാരിക്കുന്നു. ആ കേസ് ഇനി ആരെങ്കിലും അന്വേഷിച്ച് നമ്മൾ കണ്ടുപിടിച്ചത് തെറ്റാണെന്ന് അറിഞ്ഞാൽ അത് നമുക്ക് നാണക്കേടല്ലേ എന്ന് വിവേക് SPയോട് ചോദിക്കുന്നു. എന്നാൽ അങ്ങനെയെങ്കിൽ അതിന്റെ റെക്കോർഡ്സ് എല്ലാം അവിടെ നിന്ന് നീക്കം ചെയ്യാൻ SP വിവേകിനോട് പറയുന്നു. പക്ഷേ വിവേകിന് ആവശ്യം ആ കേസ് റീഓപ്പൺ ചെയ്യുക എന്നതായിരുന്നു. പക്ഷേ SP അവന് വഴക്ക് പറയുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് SP പറയുന്നു. അത് വിട്ടുകളയാൻ SP വീണ്ടും അവനോട് പറയുന്നു. ആ നോവലിസ്റ്റ് അവിടെ ഇരുന്ന് വെലോണിയുടെ വാർത്തകൾ വന്ന പത്രങ്ങൾ കട്ട് ചെയ്ത് സൂക്ഷിക്കുന്നത് കാണിക്കുന്നു. SP വെലോണിയുടെ കേസ് മറക്കാൻ പറഞ്ഞെങ്കിലും വിവേകിന് അത് വിട്ടുകളയാൻ കഴിയുന്നില്ല. അവൻ വെലോണിയുടെ ആ ലോഡ്ജിന്റെ മുമ്പിൽ വന്ന് അവൻ ആ ലോഡ്ജിലേക്ക് നോക്കി കുറെ സമയമായി ഇരിക്കുന്നുണ്ട്.
അവന്റെ മൈൻഡ് ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. വെലോണിക്ക് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? അത് നമ്മളെ പോലെ തന്നെ അവനും അറിയാൻ വല്ലാത്ത ആകാംക്ഷയുണ്ട്. എസ് പി ഒരിക്കലും ഈ കേസിന് റീഓപ്പൺ ചെയ്യാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഇതെല്ലാം ആലോചിച്ച് പോലീസ് ക്യാമ്പിൽ ഇരിക്കുകയായിരുന്നു വിവേക്. അപ്പോഴാണ് അലക്സ് അങ്ങോട്ടേക്ക് വരുന്നത്. അവനെ കണ്ടതും വിവേകിന് ഒരുപാട് സന്തോഷമാകുന്നു. നീ തിരുനെൽവേലിയിലേക്ക് പോയില്ലേ എന്ന് വിവേക് അവനോട് ചോദിക്കുന്നു. അന്ന് ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചേട്ടൻ അതിന്റെ പുറകെ പോകുമെന്ന് എനിക്ക് അറിയാമെന്ന് അലക്സ് അവനോട് പറയുന്നു. ഞാനും കൂടെ ഉണ്ടെങ്കിൽ അത് ഉപകാരമാവില്ലേ എന്ന് അവൻ ചോദിക്കുന്നു. വിവേകിന് ഇത് കേട്ടതും വലിയ സന്തോഷമാകുന്നു. എന്നാലും നിന്റെ ജോലിയെന്ന് വിവേക് ചോദിക്കുന്നു. അത് സാരമില്ല, ഇതാണ് എനിക്ക് സന്തോഷം നൽകുന്നതെന്ന് അവൻ പറയുന്നു. വിവേകിന് വളരെ സന്തോഷമായി. ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വിവേക് അവനോട് പറയുന്നു. അവർ എന്തായാലും വെലോണിയുടെ കേസിന്റെ പുറകെ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവർക്ക് അതിനുള്ള സമ്മതം കിട്ടില്ല. അവർ ജോൺസിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ തിരക്കുന്നു. വെലോണിയെ കുറിച്ച് നിനക്ക് എന്തെല്ലാം അറിയാമെന്ന് ജോൺസിനോട് വിവേക് ചോദിക്കുന്നു. അതെല്ലാം കൃത്യമായി പറയാൻ അവനോട് വിവേക് പറയുന്നു. ജോൺസ് ചില കാര്യങ്ങൾ അവരോട് പറയുന്നു. വെലോണി ലോഡ്ജിൽ ഉണ്ടാകുന്ന സമയം ചിലപ്പോഴൊക്കെ റിസപ്ഷനിൽ വരും. അവനായിരിക്കും അപ്പോൾ മിക്കപ്പോഴും റിസപ്ഷനിൽ ഉണ്ടാവുക. അവനെ മാറ്റി അവൾ ആരെയും ഫോൺ ചെയ്യാൻ തുടങ്ങും. ഫോൺ ചെയ്ത് എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാതിരിക്കാൻ അവൾ അവിടെയുള്ള TV ഒച്ചകൂട്ടി വെക്കും. അമ്മ എങ്ങാനും എന്ന് വിളിക്കുവാണെങ്കിൽ ജോൺസിനോട് അവൾ അവിടെ ഇല്ലാന്ന് പറയാനും പറയും. അമ്മ താഴേക്ക് വരുവാണെങ്കിൽ അവൾ അവിടെ നിന്ന് അപ്പം തന്നെ ഓടി പോകാറും ഉണ്ടായിരുന്നു. അങ്ങനെ ആരും കാണാതെ അവൾ ആരെയോ ഫോൺ ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവൾ വന്ന് കോൾ ചെയ്യുമായിരുന്നു. ജോൺസിനെ അവൾ പുറത്ത് കാവൽ നിർത്തും. അമ്മ വരുന്നുണ്ടോ എന്നറിയാൻ. ഒരു ദിവസം അവൾ ഫോൺ ചെയ്യുകയായിരുന്നു. അവൾ ആ ഫോൺ ചെയ്യുമ്പോഴൊക്കെ വളരെ ഹാപ്പി ആയിട്ട് കാണാമായിരുന്നു. ജോൺസ് നോക്കുമ്പോൾ വിഘ്നേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൻ വന്ന് വെലോണിയോട് വിഘ്നേഷ് വരുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ അവൾ അമ്മ വന്നാൽ മാത്രം തന്നോട് പറഞ്ഞാൽ മതിയെന്ന് ജോൺസിനോട് പറയുന്നു. അങ്ങോട്ടേക്ക് വിഘ്നേഷ് കടന്നു വരും. വിഘ്നേഷ് അവിടെ വന്ന് ജോൺസിനോട് അവൾ എപ്പോഴാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നു. ഇപ്പൊ വന്നതേ ഉള്ളൂ എന്ന് അവൻ പറയുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് വന്ന് വിഘ്നേഷ് അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. അവൾ എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കലാണ് ലക്ഷ്യം. അവൾ പക്ഷേ അപ്പുറത്തുള്ള ആളോട് ഇനി പിന്നെ സംസാരിക്കാം, ഇപ്പോൾ തൽക്കാലം സംസാരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അവൻ അവളോട് ആരായിരുന്നു ഫോണിലെന്ന് ചോദിക്കുന്നു. കോളേജിൽ ഒരു ഫ്രണ്ട് ആയിരുന്നെന്ന് അവൾ പറയും. അവൻ ആ ഫോൺ എടുത്ത് അത് ആരെയായിരുന്നു അവൾ വിളിച്ചതെന്ന് അറിയാൻ ഫോൺ ചെയ്യാൻ പോകുന്നു. പക്ഷെ അവൾ അതിന് സമ്മതിക്കുന്നില്ല. അവൻ ബലം പിടിച്ചപ്പോൾ അവൾ ഫോണിന്റെ വയർ ഊരി എറിയുന്നു. അവന് ദേഷ്യം വന്ന് അവൾ അടിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ അവൻ അടിക്കുന്നില്ല. ഇവളെങ്ങനെ എതിർക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അത് ഫ്രണ്ട് അല്ല അല്ലേ എന്ന് അവൻ ചോദിക്കും. നിനക്ക് എന്നോട് മാത്രം സംസാരിക്കാൻ പറ്റില്ല, ആരോട് ഫോൺ ചെയ്ത് മണിക്കൂറുകളോളം സംസാരിക്കും. പക്ഷെ നീ എന്നെയല്ലേ കല്യാണം കഴിക്കാൻ പോണെന്ന് അവൻ ചോദിക്കുന്നു. അപ്പോൾ അവൾ നിന്നെയും ഞാൻ കല്യാണം കഴിക്കില്ല, വേറെ ആരെയും കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നു. വിഘ്നേഷ് ശരിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അവൾക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. ദേഷ്യം സങ്കടവും കൊണ്ട് അവൾ കരയുന്നുണ്ട്. ഇതെല്ലാം ജോൺസ് അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. വിവേകും അലക്സും പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അവളെ ഒറ്റപ്പാറയിലേക്ക് കൊണ്ടുപോയ ആളായിരിക്കും ആ ഫോൺ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് വിവേക് കരുതുന്നത്. പക്ഷേ ആ കോൾ ഡീറ്റെയിൽസ് എടുക്കണമെങ്കിൽ വലിയ പാടാണ്. ലാൻഡ് ലൈൻ ആയതുകൊണ്ട് തന്നെ SP വിചാരിച്ചാൽ സാധിക്കും. പക്ഷേ അദ്ദേഹത്തിനോട് ഇത് ആവശ്യപ്പെടാനും സാധിക്കില്ല. നമുക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണമെന്ന് വിവേക് അലക്സിനോട് പറയുന്നു. വിവേക് പോലീസ് സ്റ്റേഷനകത്തേക്ക് ചെല്ലുന്നു. ഈ സമയമാണ് ഇവിടെ കുറെ ഫോണുകൾ ഇരിക്കുന്നത് വിവേക് കാണുന്നത്. പെട്ടെന്ന് ആനന്ദി പറഞ്ഞ കാര്യം അവന് ഓർമ്മ വരുന്നു. ഞാനൊരു പാവപ്പെട്ട പെണ്ണ്, എനിക്കൊരു ഫോൺ പോലും നല്ലതില്ല. അന്ന് അവരുടെ കുഞ്ഞ് ആദ്യമായി എഴുന്നേറ്റ് നിന്നപ്പോൾ ആ മൊമെന്റ്സ് എടുക്കാൻ അവളുടെ കയ്യിൽ നല്ല ഫോൺ ഉണ്ടായിരുന്നില്ലല്ലോ. അവൻ ഉടൻ തന്നെ ഒരു ഫോൺ വാങ്ങിക്കൊണ്ടുവന്ന് അവൾക്ക് കൊടുക്കുന്നു. ആ പെണ്ണിന്റെ കേസ് തുടങ്ങി പിന്നെ നിങ്ങൾ എന്നെ മറന്നു എന്നാണ് ഞാൻ കരുതിയതെന്ന് അവൾ അവനോട് പറയുന്നു. പക്ഷേ മറന്നിട്ടില്ലല്ലേ എന്ന് അവൾ ചോദിക്കുന്നു. പിന്നീട് അങ്ങോട്ട് അവരുടെ കുറച്ച് നല്ല നിമിഷങ്ങളാണ് നമ്മളെ കാണിക്കുന്നത്. അവർ ആ ഫോണിൽ അവരുടെ ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ട്. ഈ സമയം അലക്സ് ഏഞ്ചൽ ലോഡ്ജിന്റെ രജിസ്റ്റർ വെച്ച് ആ വിളിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കുന്നുണ്ട്. അവൻ ആ രജിസ്റ്ററിൽ എഴുതിയിരുന്ന അഡ്രസ്സിന്റെ കൂടെ ഉണ്ടായിരുന്ന ഓരോ ഫോൺ നമ്പറിലേക്കും ഫോൺ ചെയ്ത് നോക്കുന്നു. പക്ഷേ അവന് കാര്യമായി ഒന്നും കിട്ടുന്നില്ല. ഈ സമയം വിവേക് ആനന്ദിയുടെയും കുഞ്ഞിന്റെയും കൂടെ അമ്പലത്തിൽ പോകുന്നത് കാണിക്കുന്നുണ്ട്. അലക്സ് ഓരോ നമ്പറിലേക്കും വിളിച്ച് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ അന്വേഷിച്ച് ഒറ്റപ്പാറയിലും എത്തിയിട്ടുണ്ട്. അവിടെ ഒരു പെൺകുട്ടിയോട് അവൻ എന്തൊക്കെയോ തിരക്കുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് അവന്റെ ഫോൺ നമ്പർ ആണെന്ന് തോന്നുന്നു എന്തോ എഴുതി കൊടുക്കുന്നുണ്ട്. അവൻ അവന്റെ ശ്രമം ഉപേക്ഷിക്കുന്നില്ല. ആ രജിസ്റ്ററിലുള്ള ഓരോ നമ്പറിലേക്കും അവൻ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. വിവേക് ആനന്ദിയുടെയും കുഞ്ഞിന്റെയും കുടുംബക്കാരുടെയും ഒക്കെ കൂടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം SP യുടെ കോൾ വിവേകിന് വരുന്നു. നീ ഇപ്പോഴും ആ വെലോണിയുടെ കേസിന്റെ പുറകെയാണോ എന്ന് SP അവനോട് ചൂടാവുന്നു. അങ്ങനെയൊന്നും ഇല്ലെന്ന് അവൻ പറയുന്നുണ്ട്. വേറെ കേസ് അന്വേഷിക്കുമ്പോൾ ഇതൊരു റെഫറൻസ് ആയി മാത്രം വരികയാണെന്നും അതിനെക്കുറിച്ച് അങ്ങനെയല്ലാതെ വേറൊന്നും അന്വേഷിക്കാറില്ലെന്നും അവൻ പറയുന്നുണ്ട്. പക്ഷേ അയാളത് വിശ്വസിക്കുന്നില്ല. അവന് നല്ലപോലെ ചീത്ത വിളിക്കുന്നു. നിന്റെ ട്രാൻസ്ഫർ ഞാൻ ഒപ്പിടാതെ വെച്ചിരിക്കുകയാണെന്നും ഇനിയും ആ കേസിന്റെ പുറകെ പോയാൽ നിനക്ക് ട്രാൻസ്ഫർ അടിച്ചു തരുമെന്നും അയാൾ പറയുന്നുണ്ട്. പിറ്റേ ദിവസം അലക്സിനെയും കൂട്ടി വിവേക് ഒറ്റപ്പാറയിലേക്ക് പോകാൻ പോകുന്നു. എന്താണ് പ്രശ്നമെന്ന് അലക്സ് വിവേകിനോട് ചോദിക്കുന്നുണ്ട്. SP ഓരോ ചോദ്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് പ്രശ്നമാകുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഒറ്റപ്പാറയിൽ പോയി ആ 3 പേരെയും വിരട്ടി എന്തെങ്കിലും അറിയാൻ ശ്രമിക്കണം. നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിവേക് പറയുന്നു. അപ്പോഴാണ് അലക്സ് ഒരു കാര്യം പറയുന്നത്. ഇന്നേക്ക് വെലോണി മരിച്ചിട്ട് 1 വർഷമായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഈ ദിവസം വൈകുന്നേരമാണ് വെലോണി അവിടെ കൊല്ലപ്പെട്ടത്. അപ്പോ വെലോണി മരിച്ചിട്ട് 1 വർഷമായിരിക്കുന്നു. അവളുടെ ആ അന്നത്തെ ദിവസം കാണിക്കുന്നു. അവൾ എങ്ങോട്ടോ പോവാനായി ഒരുങ്ങിയിറങ്ങിയിരിക്കുകയാണ്. അവളുടെ ഡെഡ് ബോഡിയിൽ കണ്ട അതേ വേഷം. അവൾ വളരെ സന്തോഷവതിയാണ്. അവൾ ഇറങ്ങി പുറത്തു പോകാൻ പോയതും റിസപ്ഷനിൽ ഫോൺ ബെൽ അടിക്കുന്നത് കേൾക്കുന്നു. അവൾ അത് കേട്ടതും തിരിഞ്ഞു നോക്കുന്നു.
അടുത്ത സീനിൽ വിവേകും അലക്സും ഒറ്റപ്പാറയിൽ ആ വീട്ടിലെത്തിയിരിക്കുകയാണ്. അവിടെ ആ അമ്മയും അവരുടെ 2 ആൺമക്കളും ഉണ്ട്. മൂത്തയാൾ അപ്പോൾ അവിടെ ഇല്ല. അതിലെ രണ്ടാമത്തെ ആളുടെ പേര് സഞ്ജയ് എന്നാണ്. അവരോട് വിവേക് ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ കാര്യം മനസ്സിലാവാത്തെന്നും അന്ന് വെലോണി ഒരാളുടെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്, അത് നിങ്ങളുടെ അമ്മ കണ്ടിട്ടുമുണ്ട്. സംശയമുള്ള ആൾക്കാരുടെ ഫോട്ടോ കാണിച്ച് അമ്മയോട് ആ ഫോട്ടോയിലുള്ള ആളാണോ വന്നിട്ടുള്ളതെന്ന് ഒന്ന് കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ. നിങ്ങളുടെ അമ്മ അയാളെ കണ്ടിരുന്നില്ലേ എന്നും വിവേക് ചോദിക്കുന്നു. പക്ഷെ സഞ്ജയ് അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഞങ്ങളുടെ അമ്മ ആരെയും കണ്ടിട്ടില്ലെന്ന് അവൻ ഒച്ചയിടുന്നു. പക്ഷെ ആ അമ്മ ഞാൻ കണ്ടിരുന്നല്ലോ എന്ന് സഞ്ജയോട് പറയുന്നു. അവൻ തിരിച്ച് അമ്മയെ നല്ലപോലെ ചീത്ത വിളിക്കുന്നുണ്ട്. അവൻ വിവേകിനെയും അലക്സിനെയും ഓടിച്ചു വിടാൻ നോക്കുന്നുണ്ട് അവിടുന്ന്. ഈ സമയം സന്തോഷ് അങ്ങോട്ടേക്ക് വരുന്നു. അവൻ അങ്ങോട്ടേക്ക് വന്ന് സഞ്ജയുടെ തലയിൽ അടിച്ച് ഒന്ന് മിണ്ടാതിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് കണ്ടപ്പോ അമ്മ അവനെ ചീത്ത വിളിക്കുന്നു. സന്തോഷ് അമ്മയെ തിരിച്ചും ചീത്ത വിളിക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ ആയുധമൊക്കെയുണ്ട്. നിങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയൊന്നും വേണ്ട, തിരിച്ചു പോകാൻ അവൻ വിവേകിനോട് പറയുന്നുണ്ട്. അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ വിവേക് അവിടുന്ന് അലക്സിനെയും കൂട്ടി തിരിച്ചു പോകുന്നു. പക്ഷെ പോകുന്നതിന് മുമ്പേ വിവേക് അവരെ രൂക്ഷമായും നോക്കുന്നുണ്ട്. പക്ഷേ ഇതവിടെ വലിയ പ്രശ്നമായിട്ടുണ്ട്. ആ അമ്മയുടെ ഇളയ മകൻ നീ അമ്മേനെ തല്ലാൻ നോക്കിയോടാ എന്ന് പറഞ്ഞ് സന്തോഷിച്ച് ചെന്ന് അടിക്കുന്നു. അവർ തമ്മിൽ വലിയ അടിയാകുന്നു. സഞ്ജയ് അവരെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. ആ അമ്മ അവിടെ കിടന്ന് ഒച്ചയിടുന്നുണ്ട്. പക്ഷേ മൂത്തവർ 2 പേരും കൂടെ ഇളയവനെയാണ് ആക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ എന്നെ പോലെ കൊല്ലല്ലേ, അവനെ വിട എന്ന് പറഞ്ഞ് അമ്മ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷേ അവർ അടിപിടി നിർത്തുന്നില്ല. പക്ഷേ ഇതിനിടയിലേക്ക് കയറിയ അമ്മ പെട്ടെന്ന് അവരുടെ തള്ളലിൽ നിലത്ത് വീഴുന്നു. അവർ അയ്യോ എന്ന് നിലവിളിക്കുന്നു. അടുത്ത സീനിൽ അന്ന് വെലോണി പുറത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ആ കോളി വരുന്നത് കാണിക്കുന്നു. അവൾ ആ കോൾ ചെന്ന് എടുക്കുന്നു. അപ്പുറത്തെ ആളെ അപ്പോൾ കാണിക്കുന്നു. അത് ആ നോവലിസ്റ്റ് ആണ്. അയാൾ വെലോണിയോട് സംസാരിക്കുന്നു. അയാളാണെന്ന് അറിഞ്ഞതും അവൾ അയാളോട് ഞാനിവിടുന്ന് ഇറങ്ങുകയാണെന്ന് അവൾ ഫോണിലൂടെ പറയുന്നു. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് വദന്തി ദ ഫേബിൾ ഓഫ് വെലോണിയുടെ 4ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.